അല്ലേ നെഗറ്റീവ് റിവ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ നെഗറ്റീവ് റിവ്യൂ ഇടുന്ന ഒരു ധാരാളം പേരുണ്ടായിരിക്കാം. അവര് ചെയ്യേണ്ട തെറ്റാണെന്നാണ് ആള് പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ഒരാൾ നെഗറ്റീവ് ചെയ്യുന്ന ഒരാളിൻ്റെ അകത്ത് ഒരാളെയും വിളിച്ചിട്ടില്ല. അത് എന്ത് പറ്റി? അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ? അവര് വരില്ല. വന്നാല് SKN ഒരു ഭയമുണ്ട്. വന്നു കഴിഞ്ഞാൽ നാളെ അവര് SKN-എതിരെ ഇടും. അത് കാണാൻ 20 മില്യൺ ഇപ്പൊ എന്നെ സോഷ്യൽ മീഡിയ നന്നായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട്. ഒരു കുറവുണ്ട്. കൂടെ വന്നു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ സജീവമാകുന്നതിന് മുമ്പേ മീഡിയ വന്ന ഞാൻ, അതുകൊണ്ട് എനിക്കതൊരു ടെൻഷനില്ല എന്ന് പറഞ്ഞ് എനിക്ക് അവരുടെ വിരോധമൊന്നുമില്ല. കാര്യം അറിയോ, അത് അവർക്ക് പിന്നെ ഇതൊക്കെ ശീലാവും മെല്ലെ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ആദ്യത്തെ ഒരു അടി കിട്ടുമ്പോൾ വേദന ഉണ്ടാവും. കിട്ടാണ്ട് വരുമ്പോഴേ ബുദ്ധിമുട്ട്. നമ്മൾ കാണുന്നത് എന്തറിയോ, ഒരു പബ്ലിക് പേഴ്സൺ ആയിട്ടോ ഒരു ടെലിവിഷൻ സ്ക്രീനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ മാധ്യമത്തിലോ ഒക്കെ ഇറങ്ങുന്നെങ്കിൽ നിങ്ങൾ തെറിക്ക് വിധേയമാണ്. അതായത് അവരെ മാറ്റാൻ നമുക്ക് പറ്റില്ല, നമ്മൾ അവർക്ക് വേണ്ടി മാറുക എന്നുള്ളതാണ്. നമ്മൾ അവർക്ക് വേണ്ടി സമയം കളയാതിരിക്കുമെങ്കിൽ നല്ലതാ, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സുജിത്തിന്റെ ഒരു കാര്യം, സുജിത്തിന്റെ യാത്രയിൽ വന്നു എന്നല്ല, പക്ഷെ പലപ്പോഴും ഈ സോളോ ട്രിപ്പുകളെ കുറിച്ച് ചില ആളുകളൊക്കെ വ്ലോഗ് ഇടുമ്പോൾ അത് പേഴ്സണലി നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നാണല്ലോ ഇത് കാണുക. അപ്പൊ ചില കേസുകൾ നമ്മുടെ തന്നെ സെക്ടറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാം സേഫ് ആണെന്ന് വിചാരിച്ച് ഒറ്റയ്ക്ക് യാത്ര പോയിട്ട് പെട്ടുപോയിട്ടുള്ള ചില ആളുകൾ, അവരെല്ലാം പലപ്പോഴും ഇത്തരത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോയിട്ടുള്ളതാണ്. എനിക്ക് നിങ്ങളുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടെന്നല്ല, പക്ഷെ ഇത്തരത്തിലുള്ള പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നുമാറ്, എല്ലാം സേഫ് ആണെന്ന് തോന്നുമാറുള്ള പല കാര്യങ്ങളുണ്ടാവും. പലപ്പോഴും പല ഘട്ടങ്ങളെടുത്ത് പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടായിരിക്കും ഇവർ ഷൂട്ട് ചെയ്ത് പല കാര്യങ്ങളും ഇടുക. പക്ഷെ ഇത് കാണുന്ന ആൾക്കാർ എങ്ങനെ കാണണം, എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഒറ്റയ്ക്ക് പോയവരും കൂട്ടം തെറ്റിപ്പോയവരും പ്രശ്നത്തിൽപ്പെട്ടവരും ഒക്കെ ആയ പല ആളുകളും, അതിൽ കുറെ തിക്താനുഭവങ്ങൾ വന്നിട്ട് തിരികെ വന്നവരും അതിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ബാധിച്ചവരും ഒക്കെ ആളുകളും ഉണ്ട്. അപ്പോൾ ഏതൊരു കണ്ടന്റ് ആണെങ്കിൽ പോലും ആളുകളെ തീർച്ചയായിട്ടും വളരെ നെഗറ്റീവായി പുറപ്പെടരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.